7 വർഷം മുമ്പ് ജി സുധാകരൻ വോട്ട് ചോദിക്കാൻ പോയപ്പോഴുള്ള ഒരു സംഭവമാണ് ഇപ്പോഴിങ്ങനെ സമൂഹ മാധ്യമങ്ങളിൽ ഇങ്ങനെ വൈറലായിക്കൊണ്ടിരിക്കുന്നത്. അതായത് അദ്ദേഹം എന്തോ എവിടെയോ വിളിച്ചപ്പോൾ പോയിട്ടില്ല, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹം അങ്ങനെ ചെയ്തു ഇങ്ങനെ ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ ആണത്. അതായത് ഏതോ ഒരു ആളുടെ വിളിച്ചപ്പോൾ 7 വർഷം മുന്നേ ആണ്. അതിൻ്റെ അകത്ത് ഇപ്പോഴും ആരൊക്കെ ജീവിച്ചിരിപ്പുണ്ട് അല്ലെങ്കിൽ ഇതൊന്നും നമുക്കറിയില്ല. ഏതായാലും ഇപ്പോഴിത് വൈറലാക്കാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ജി സുധാകരൻ ഇപ്പോഴും മത്സരിക്കുന്നത് കോൺഗ്രസിന് വേണ്ടിയിട്ടാണ്. അപ്പൊ ഇത് കേൾക്കുന്ന പലരും എന്ന് പറഞ്ഞ് നമ്മളെന്താ തീരുമാനിക്കാറ്, അയ്യോ ഇതെന്താ ഇത് പരിപാടി, ഇത് പഴയതല്ലേ എന്നൊക്കെ നമുക്കറിയില്ലല്ലോ. പക്ഷേ റോഡ് ഷോ ആണ് എന്നുള്ള തരത്തിലാണ് ഇതിപ്പോഴും ഇങ്ങനെ പ്രചരിക്കുന്നത്. ഏതായാലും സുധാകരൻ പറഞ്ഞ കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കിയിട്ട് വരാം. അവിടെ ആൾക്കാരെല്ലാം കൂടി അല്ല സാറേ, ഞങ്ങളവിടെ കൂടുതൽ പട്ടികജാതിക്കാരായ പിന്നെ അവിടെ വരാതിരിക്കാൻ വരിക പറഞ്ഞു ഇങ്ങോട്ട് വരാണ്. പിന്നല്ല ഞങ്ങൾ അത്രയും ചോദിച്ചതല്ല, ഞാനും എനിക്കറിയാവോ അനാവശ്യം പറയുന്നത് കേട്ടോ. ഞാൻ വിളിച്ചാൽ പറ്റൂല്ല. ഞാനെന്താ രാവിലെ പറയുന്നത് പട്ടികജാതിയാണ് നമുക്കറിയാം. ഇപ്പൊ അതുകൊണ്ട് തന്നെ സാറ് വരാത്തെന്ന് ഞാൻ മനസ്സിലാക്കട്ടെ. ഞാൻ പട്ടികജാതി ബ്രാഹ്മണൻ മുന്നോട്ട് പോരുകട്ടെ. നിങ്ങളൊന്നും പറയണ്ട എന്നോട് പേരും കേട്ടോ. പട്ടികജാതി എനിക്കങ്ങനെ നിങ്ങളുടെ ഏത് ജാതിയാണ് ഞങ്ങൾ ജാതി നോക്കിയിട്ടാ. കാരണം ഇപ്പൊ പോലീസ് പിടിപ്പിക്കണ്ട ജാതി പറഞ്ഞു ആ പിടിപ്പിക്കുന്നു ചമ്മാടത്തിന് ഇവിടെ ഏത് ജാതിയാണ് എനിക്കറിയാവുന്നത്. സാറേ എന്നപ്പോ ഞങ്ങളുടെ അവിടെ അത്രയും ആൾക്കാർ ഞാൻ അങ്ങനെ വരുന്നില്ല. കാരണം എനിക്ക് 9 പഞ്ചായത്ത് റോഡ് സൈഡിലെ പോയി നിൽക്കും. ഇപ്പോൾ മറ്റേത് ഞാൻ വേണേൽ പിന്നെ വന്നോളാം. നിങ്ങൾക്ക് വേണം ജാതി വേണം ആരോടെ പറഞ്ഞാൽ കേട്ടോ. അപകടമാണ് ഓർത്തോണ്ട് ജി സുധാകരനോട് ഞാൻ ജാതി പറഞ്ഞറിയോ. പട്ടികജാതിക്കാർക്ക് വേണ്ടി എപ്പോഴും നിൽക്കുന്നതാണ്. എനിക്കറിയാം അവിടെ പട്ടികജാതിക്കാരാണെന്നുള്ളത്. താൻ എന്നെ ഫോൺ ചെയ്ത് പറഞ്ഞു. നമ്മുടെ ജി സുധാകരൻ്റെ റോഡ് ഷോ ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. സുധാകരൻ അവിടെ ഒരു വോട്ടറോട് കയർത്ത് സംസാരിക്കുന്ന ഒരു കാര്യമാണ് നമ്മൾ കണ്ടത്. ആർക്കായാലും ഏതാൾക്കായാലും എന്തെന്നായി കഴിഞ്ഞാലും അയാൾ ഒരു വോട്ടറാണ്. അയാൾക്ക് ചോദ്യം ചോദിക്കാനുണ്ടാകും, അതിന് ഉത്തരം പറയേണ്ട ബാധ്യത സുധാകരൻ സാറിന് ഉണ്ടായിരുന്നു. പക്ഷേ അദ്ദേഹം വളരെ മോശമായി പോയി. ഇങ്ങനെയൊന്നും ഒരിക്കലും പെരുമാറാൻ പാടില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു ഇലക്ഷൻ കഴിയുന്നതിൻ്റെ ഇലക്ഷൻ്റെ തലേന്ന് വരെ എന്ന് പറഞ്ഞാൽ ഇവിടെ ജനങ്ങൾ തന്നെയാണ് രാജാവ്. അത് കഴിഞ്ഞാൽ പിന്നെ എന്ന് പറഞ്ഞാൽ ഇവരെയൊക്കെ കണ്ടു കിട്ടണമെങ്കിലോ അല്ലെങ്കിൽ ഇവരെയൊക്കെ അടുത്ത് പോകണമെങ്കിലോ ഒരുപാട് കടമ്പകൾ കടക്കേണ്ടി വരും. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ഈ ഒരു അവസരത്തിൽ മാത്രമേ ഇവരെയൊക്കെ നമ്മുടെ മുന്നിൽ കിട്ടത്തുള്ളൂ. നമ്മൾ അപ്പോഴെന്താ വേണ്ടതെന്ന് വെച്ചാൽ പരമാവധി ചോദ്യങ്ങൾ ചോദിക്കണം. പണ്ടത്തെ പോലൊന്നുമല്ല. ഇപ്പോഴെന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാൻ ഒരുപാട് പേരുണ്ട്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചോദ്യം ചോദിക്കാനോ അല്ലെങ്കിൽ വേറെ ഒന്നിനോ ഒന്നും ആരുമില്ല. ഇപ്പം അതെല്ലാം മാറിയിട്ട് ചോദ്യങ്ങൾ ചോദിക്കാനും ചോദ്യത്തിന് ഉത്തരം പറയാനും ഒക്കെ നേതാക്കന്മാർ ബാധ്യസ്ഥരാണ്. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വോട്ട് ചെയ്യാൻ വേണ്ടി മാത്രമല്ല. ഇപ്പോൾ സുധാകരൻ പറഞ്ഞല്ലോ, ഞാൻ റോഡിലൂടെ മാത്രമേ പോകത്തുള്ളൂ, റോഡ് ഷോയാണിത്, അല്ലാതെ എനിക്ക് അങ്ങോട്ടൊന്നും വരാൻ കഴിയില്ല. താനെന്ത് പട്ടികജാതിയാടോ, താൻ ബ്രാഹ്മണനാടോ എന്നൊക്കെ പറയുന്നത് കേട്ടില്ലേ. തന്നെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കും, തന്നെ പിടിച്ച് ജയിലിലടക്കും. എന്തൊരു മനുഷ്യനായത്. അതാണ് ഞാൻ ആലോചിക്കുന്നത്. ഏത് പാർട്ടീൻ്റെ ആളായി കഴിഞ്ഞാലും കുറച്ചൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും മര്യാദ പാലിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ. കാരണം ആ മനുഷ്യനിടെ ഒരു കാര്യമില്ല ഞങ്ങളെ ജയിപ്പിച്ചു വിട്ടിട്ട്. അതാണ് മനസ്സിലാക്കേണ്ടത്. അവിടെ എന്ന് പറഞ്ഞാൽ അധികാരത്തിന് വേണ്ടിയിട്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ അടികൂടുന്ന സമയത്ത് ജനങ്ങളാണ് തീരുമാനിക്കുന്നത് ആരെ അധികാരത്തിൽ എത്തിക്കണമെന്ന്. ആ ജനങ്ങളിൽ ചിലപ്പോൾ ഇദ്ദേഹത്തിൻ്റെ വോട്ടുണ്ടാകും. അദ്ദേഹത്തോട് കുറച്ചൊക്കെ മിതത്തോട് കൂടിയിട്ട് ഒരു മര്യാദയോട് കൂടിയിട്ട് സംസാരിക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. ജനങ്ങൾ വെറും കഴുതകളല്ല, അതാണ് മനസ്സിലാക്കേണ്ടത്. ജനം കഴുതയല്ല. അതായത് ജനങ്ങൾ ചോദ്യം ചെയ്യുക, അവരാണ് അനുഭവിച്ചത്, അവരാണ് കാലാകാലങ്ങളായിട്ട് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ പലതും അവർക്ക് ചോദിക്കാനുണ്ടാകും. അവർക്ക് പല വിഷമങ്ങളും നേരിട്ടിട്ടുണ്ടാകും. അവരൊന്നും പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് നിന്ന് എന്തെങ്കിലും കിട്ടിയിട്ട് നക്കി തിന്നുന്ന ടീമൊന്നും ആയിരിക്കില്ല. അതായത് എല്ലുമുറിയെ പണിയെടുത്ത് ജീവിക്കുന്ന ടീം തന്നെയാണ്. അങ്ങനെയുള്ള മനുഷ്യന്മാരോട് സുധാകർ സാറ് കുറച്ചും കൂടി ഒരു മാന്യതയോടുകൂടി പെരുമാറുകയാണ് വേണ്ടത്. അല്ലാതെ നീ ആരാണ് ചോദിക്കുക. എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും പ്രകോപനം ഉണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, ജി സുധാകരൻ എന്നുള്ള ഒരു വ്യക്തി ഇപ്പോഴും CPM എന്ന് കോൺഗ്രസിലേക്ക് പോയതാണ്. ചിലപ്പോഴെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ പ്രകോപിപ്പിക്കും. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തെ ചിലപ്പോൾ ആക്ഷേപിക്കും, എല്ലാം ചെയ്യും. ഇപ്പോൾ CPM ചിലപ്പോൾ ഇദ്ദേഹത്തെ നല്ല രീതിയിൽ ആക്ഷേപിക്കുന്നുണ്ടാകും. ഇപ്പോൾ ഈ പറയുന്ന ആളും ചിലപ്പോൾ CPM ആയിരിക്കും. അപ്പം അങ്ങനെയൊക്കെ ആക്ഷേപങ്ങൾ ഉണ്ടാകും. ഇതെല്ലാം ഉണ്ടാകുമെങ്കിലും അദ്ദേഹം ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്. അതായത് മിതത്വം പാലിക്കണം. അവിടെ ഈ ഇലക്ഷൻ കഴിയുന്നവർ മിതത്വം പാലിക്കുകയാണ് വേണ്ടത്. അല്ലാതെ ഒരിക്കലും എന്ന് പറഞ്ഞാൽ ഇങ്ങനെയുള്ള വാക്കുകൾ ഒരിക്കലും സംസാരിക്കരുത്. ഒരു സ്ഥാനാർത്ഥിക്കും ഇത് ചേർന്നതല്ല. കാരണം ഇങ്ങനെയുള്ള ആൾക്കാരൊന്നും സ്ഥാനാർത്ഥിയാകെ യോഗ്യതയല്ലെന്ന് ഞാൻ പറയുള്ളൂ. അതായത് എന്ത് രൂക്ഷമായ ഭാഷയിലാണ് അദ്ദേഹം സംസാരിച്ചത്. ഇനി എന്തൊക്കെ പറയാം. ഞാൻ ഇപ്പോഴും വരുന്നില്ല, ഇനി ഞാൻ പിന്നെ ഒരു ദിവസം വരാം, എനിക്കിപ്പോഴും നടക്കാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഞാൻ ഇപ്പോൾ റോഡ് സൈഡിലൂടെ മാത്രമേ നടക്കുന്നുള്ളൂ, ഞാൻ പിന്നെ ഒരു ദിവസം അതിൻ്റെ ഉള്ളിലേക്ക് വരാം എന്ന് പറയാലോ. അല്ലാതെ അവിടെ പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ മറ്റേ ആൾ പറഞ്ഞ് തെറ്റുണ്ട്. വോട്ടർമാർ പറഞ്ഞ് എന്ന് വെച്ചാൽ നിങ്ങൾ താണജാതി അങ്ങനെയൊന്നും പറയരുത് ഒരിക്കലും. താണജാതി മുന്തിയ ജാതി ഒന്നുമില്ല. എല്ലാവരും വോട്ട് ചെയ്യണം. അതാണ് ഈ ഒരു ഇലക്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതാണ് എല്ലാവരും വോട്ട് ചെയ്യാൻ വേണ്ടത്. അല്ലാതെ അവിടെ കിടന്നിട്ട് താണജാതിയാന്ന് ഇതൊന്നും പറയാനും പാടില്ല. അതും മോശം തന്നെയാണ്.
അപ്പോൾ എന്തൊക്കെ ആയിക്കഴിഞ്ഞാലും എന്തോ പ്രകോപനം ഉണ്ടെങ്കിലും ഇദ്ദേഹത്തെ പോലീസിനെ കൊണ്ടുപിടിപ്പിക്കും, അല്ലെങ്കിൽ ഇദ്ദേഹത്തെ ഇതാക്കും. അതൊക്കെ എന്തോന്ന് ന്യായമാണോ? അതാണ് ഞാൻ ആലോചിക്കുന്നത്. അതൊക്കെ ഒരു ന്യായമാണോ? ഒരുത്തന്നെ കയറിയിട്ട് എന്തോന്ന് ചോദിച്ചു എന്ന് കരുതിയിട്ട് അപ്പാടെ കയറി പോലീസിനെ പിടിപ്പിക്കും, പോലീസിനെ ഏൽപ്പിക്കും. അയാൾ എന്താ ചോദിച്ചത്? അയാൾ ചോദിച്ചത് എന്തുകൊണ്ട് ഞങ്ങളുടെ അടുത്തേക്ക് വരുന്നില്ല? ഞങ്ങളൊക്കെ പാവങ്ങളായതുകൊണ്ടാണോ, അല്ലെങ്കിൽ താഴ്ന്നവരായതുകൊണ്ടാണ്? ചോദ്യം ചോദിക്കൂലേ? കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പല ആവശ്യങ്ങളും ഉണ്ടാകും. ഇവരൊക്കെ പല കാര്യങ്ങളും പറഞ്ഞിട്ട് അങ്ങോട്ട് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടുണ്ടാവില്ല. അതൊക്കെ ചിലപ്പോൾ അവിടെ കിടന്നു കഴിഞ്ഞാൽ ചോദ്യം ചെയ്യും. ഇന്ന് പണ്ടത്തെ പോലെയല്ല. ഈ ഒരു ഇലക്ഷനിലൊരു പ്രത്യേകത എന്താണെന്ന് അറിയാം. ഈ ഇലക്ഷനിൽ നല്ല രീതിയിൽ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. ഓരോ നേതാക്കന്മാരും അതുപോലെ പ്രവർത്തകരും എല്ലാവരും ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. അതാ പറയുന്നത്. പണ്ടൊക്കെ എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ നേരിടണ്ട. പണ്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ CPM അതുപോലെ കോൺഗ്രസും മാത്രമേ ഉള്ളൂ. ഇപ്പോൾ അതല്ല. ഇപ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ BJP ഉണ്ട്, അങ്ങനെയുള്ള ഒരുപാട് പാർട്ടികൾ വന്നിട്ടുണ്ട്. എല്ലാവർക്കും എന്ന് പറഞ്ഞാൽ നല്ല ശക്തിയുണ്ട്. ചില കേന്ദ്രങ്ങളിലൊക്കെ എല്ലാവരും ശക്തരുമാണ്. അപ്പം അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ പണ്ട് ഈ പിന്നെ പാർട്ടീൻ്റെ ഇതാണ് ഉറച്ചതാണ് എന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എവിടെ ആയിക്കഴിഞ്ഞാൽ ഇപ്പോൾ ചോദ്യങ്ങൾ നേരിടേണ്ടി വരും. പല വാഗ്ദാനങ്ങളും കൊടുത്തിട്ട് മുങ്ങിയിട്ടുണ്ടെങ്കിൽ ആ വാഗ്ദാനങ്ങളൊക്കെ എവിടെയെന്ന് കൃത്യമായിട്ട് ചോദിക്കും. അതാണ് ഞാൻ പറയുന്നത്. പഴയതുപോലെ എളുപ്പമല്ല. ഇനിയൊരു ജനപ്രതിനിധി ഇല്ല, MLA എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ പഴയതുപോലെ എളുപ്പമല്ല. എത്ര ഉറച്ച സീറ്റാണെങ്കിലും ശരി, അവിടെ എന്ന് പറഞ്ഞാൽ ജൻസി എന്നുള്ള ഒരുപാട് പിള്ളമാരുണ്ട്. അവന്മാർക്ക് ഈ പാർട്ടിയും മറ്റേ ഇതൊന്നും അല്ല വലുത്. അവന്മാർക്ക് വേണ്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ഭരണം തന്നെയാണ്. അത് തന്നെയാണ് വേണ്ടത്. അപ്പം അതിനു വേണ്ടിയിട്ട് അവർ ശരിക്കും പ്രവർത്തിക്കും. ഇവിടെ എന്ന് പറഞ്ഞാൽ നമ്മൾ ദേഷ്യം വന്നിട്ടോ, അല്ലെങ്കിൽ നീ പോയിട്ട് നിന്റെ പണി നോക്കടാ, നീ മറ്റവൻ അല്ലടാ, അല്ലെങ്കിൽ നീ മറ്റവൻ്റെ പാർട്ടിയല്ല, ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. എല്ലാവരോടും പറയുന്നത്, BJP ആയാലും ശരി, കോൺഗ്രസ് ആയാലും ശരി, മാർക്സിസ്റ്റ് ആയാലും ശരി, എല്ലാവരോടും പറയുന്നത് നിങ്ങൾ സ്ഥാനാർത്ഥിയാണെങ്കിൽ നിങ്ങൾ മിതത്വം പാലിക്കണം. അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ പരമാവധി നിങ്ങൾ പ്രകോപനം ഉണ്ടായിക്കഴിഞ്ഞാലും തിരിച്ചു പറയാൻ പാടില്ല എന്നുള്ളൊരു പക്ഷക്കാരനാണ് ഞാൻ. അതായത് എന്ത് പ്രകോപനം, കാരണം അവർ അത്രയും ഗതികെട്ടിട്ട് നിൽക്കുന്നവരായിരിക്കും. ജനങ്ങളെന്ന് പറഞ്ഞാൽ അവർ അത്രയും ഗതികെട്ടിട്ടുണ്ടാവും. ഓരോ കാര്യങ്ങൾക്ക് അവർ ചെയ്യുമ്പോഴും ഞാൻ പറഞ്ഞല്ലോ, കെട്ടിട പെർമിറ്റ് ആയാലും അങ്ങനെയുള്ളതിലും ഒരുപാട് ഗതികെട്ട് നിൽക്കുന്ന ആൾക്കാരുണ്ടാവും. അവരോടൊക്കെ പോയിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ ഇതാക്കി തരാം, ഇതാക്കി തരാം. അത് പറയുമ്പോൾ ഒരു മര്യാദയ്ക്ക് നല്ല രീതിയിൽ നിങ്ങൾക്ക് എന്ത് ഇതുണ്ടെങ്കിൽ ഞങ്ങൾ സഹായിച്ചു തരും. അങ്ങനെ ഒരു മര്യാദയും ഒരു സമാധാനവുമാണ് ജനപ്രതിനിധികൾ കൊടുക്കേണ്ടത്. അല്ലാതെ ഇതുപോലെ എന്താ പറയുക, തോന്നുന്നത് പോലെ നീ ആരടാ ചോദിക്കാൻ, നീ ആരടാ, നീ എന്തിനാടാ ചോദിച്ചത്, അതൊക്കെ ഒരു മര്യാദയാണോ? എന്തെങ്കിലും മര്യാദയുണ്ടോ അതിൽ? എന്തെങ്കിലും മര്യാദയുണ്ടോ? വോട്ട് ചെയ്യുന്ന ആൾക്കാർ ഇപ്പം തന്നെ എന്ന് പറഞ്ഞാൽ അതിൻ്റെ അകത്ത് വന്ന കമൻറ്റുകൾ നിങ്ങൾ നോക്കി, ഏതെങ്കിലും ഒരാൾ ആ ഒരു സ്ഥാനാർത്ഥിയെ പിന്താങ്ങിയിട്ടുണ്ടോ? G. സുധാകരൻ എന്ന് പറയുന്ന ഒരു വ്യക്തിയെ കോൺഗ്രസ്സുകാർക്ക് പോലും ചിലപ്പോൾ വേദന ഉണ്ടാക്കിയിട്ടുണ്ടാവും. അദ്ദേഹം കോൺഗ്രസിൻ്റെ സ്ഥാനാർത്ഥിയാണെങ്കിൽ ചിലപ്പോൾ ചോദിച്ചവൻ ഒരു കോൺഗ്രസ്സുകാരനായിരിക്കും. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഒരു കോൺഗ്രസ്സുകാരനായിരിക്കും ചോദിച്ചവൻ. അവൻ കോൺഗ്രസ്സിന് വോട്ട് ചെയ്യുന്നവനായിരിക്കും. അവൻ ചിലപ്പോഴൊന്ന് പറഞ്ഞിട്ടുണ്ടാകും. ഞാൻ പറഞ്ഞല്ലോ, പഴയതുപോലെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴുത് നിൽക്കുന്ന പരിപാടി ഇപ്പോൾ ആർക്കും ഇല്ല. ഒരാൾ പോലും ഇപ്പം എവിടെയും തൊഴുത് നിൽക്കില്ല. എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൃത്യമായിട്ട് ചോദ്യം ചെയ്യാനും കാര്യത്തിലൊക്കെ പഠിച്ചിരിക്കുന്നേ. ഞാൻ പറഞ്ഞല്ലോ, ഡിജിറ്റൽ യുഗം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാണ്. നമുക്ക് എന്ത് വേണമെങ്കിലും കിട്ടും. നെറ്റിൽ എന്ത് വേണമെങ്കിലും ആര് വേണമെങ്കിലും സെർച്ച് ചെയ്തിട്ട് കണ്ടുപിടിക്കും. ആരൊക്കെ ചെയ്തു, എന്തൊക്കെ ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ ഇപ്പം നമ്മളിങ്ങനെ അടിച്ചു കൊടുത്തു കഴിഞ്ഞ് ഇങ്ങനെ വരിയായിട്ട് വരും. അതുകൊണ്ട് നിങ്ങൾ പഴയ കഥകളോ പഴയ കാര്യങ്ങളോ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല. വളരെയധികം സ്നേഹത്തോടു കൂടി നിൽക്കുക. എല്ലാവരെ കാണുമ്പോൾ തൊഴുക, നിങ്ങൾ നല്ല രീതിയിൽ ചിരിക്കുക, അത്ര മാത്രമേ ഉള്ളൂ. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അഹങ്കാരികളൊന്നും ജനങ്ങൾ ഒറ്റയാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഇപ്പം ആരെങ്കിലും പറയുന്നുണ്ടോ അയാൾ ചെയ്ത മോശമെന്ന് പറയുന്നുണ്ടോ? കാരണം എന്താ, ഇയാൾ സ്ഥാനാർത്ഥിയാണ്. G. സുധാകരൻ എന്ന് പറയുന്ന ഒരു സ്ഥാനാർത്ഥിയാണ് ഒരു പാർട്ടിയിലെ. ആ പാർട്ടിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ അവിടെയുള്ള ഈ എന്തായാലും അങ്ങോട്ടുള്ള പ്രവർത്തകരുണ്ടാവും, ഇങ്ങോട്ടുള്ള പ്രവർത്തകരുണ്ടാവും, അതുപോലെ ആക്ഷേപിക്കാൻ മാത്രമുള്ളവരുണ്ടാവും, നല്ല രീതിയിൽ പറയാൻ വേണ്ടി മാത്രം കൂട്ടാക്കുന്നവരുണ്ടാവും. ഇതൊക്കെ ഉണ്ടാകും. അവരോടൊക്കെ നല്ല രീതിയിൽ പെരുമാറുക എന്നുള്ളതാണ് ഒരു സ്ഥാനാർത്ഥിയുടെ ഒരു ഇത്. അത് മനസ്സിലാക്കണം. കാരണം എന്താ വെച്ചാൽ എല്ലാവരും ഇലക്ഷൻ ഫണ്ടും കാര്യങ്ങളൊക്കെ വാങ്ങിക്കുന്നതാണ്. ഇപ്പം ഞാൻ തന്നെ എന്ന് പറഞ്ഞാൽ 3 പാർട്ടിക്കാർക്ക് ഇലക്ഷൻ ഫണ്ട് കൊടുക്കുമായിരുന്നു. ഇനിയിപ്പോൾ 4 ആൾ വന്നാൽ 4 പാർട്ടിക്കാർക്ക് കൊടുക്കും. ബില്ല് തുകയൊന്നല്ല കൊടുക്കുന്നത്, വേറെ 100. എന്തിനാ? ഓക്കെ, കിടക്കട്ടെ, അവർ ചെയ്യട്ടെ. അപ്പം അതൊക്കെ കൊടുത്തിട്ട് നമ്മൾ ചോദ്യം ചെയ്യും. ചിലപ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ ചോദിക്കും. നമ്മൾ എന്തുകൊണ്ട് നമ്മളെ റോഡ് നന്നാക്കിയില്ല ചോദിക്കും, എന്തുകൊണ്ട് നിങ്ങൾ വെള്ളം കൊണ്ടുവന്നില്ല എന്ന് ചോദിക്കും, അല്ലെങ്കിൽ എന്തുകൊണ്ട് നിങ്ങൾ ഇതൊന്നും ചെയ്തില്ല എന്ന് ചോദിക്കും. അപ്പോഴെനിക്കറിയില്ല, അല്ലെങ്കിൽ ഞാനല്ല എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അതിൻ്റെ കൃത്യമായിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ച് അവരുമായിട്ട് സന്ധിയിലെത്തിയിട്ട് അവരുമായിട്ട് നല്ല രീതിയിൽ പറഞ്ഞു തീർത്തിട്ട് ആ ഒരു സന്തോഷത്തോട് കൂടിയിട്ട് ഒരു ചിരിച്ച മുഖത്തോട് കൂടിയിട്ട് അതാണ് വേണ്ടത്. പണ്ട് ഈ കിങ്ങിൽ കാണുന്നില്ലേ, എന്താ വെച്ചാൽ മൂക്ക് പിടിച്ചിട്ട് അവസാനം പോയിട്ട് സോപ്പിട്ട് കയറുന്നാണെന്നില്ലേ, അതേപോലെയാണ് ചെയ്യേണ്ടത്. അല്ലാതെ ഒരു കാരണവശാലും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വേറെ വിധത്തിൽ അവരോട് ദേഷ്യപ്പെടാനോ അവരെ മോശമാക്കാനോ ഒന്നും പാടില്ല. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഏത് സ്ഥാനാർത്ഥി കഴിഞ്ഞാലും സുധാകരനെ മാത്രമല്ല പറയുന്നത്. സുധാകരൻ ഇപ്പോഴും സംശയം എന്താ വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ മാർക്സിസ്റ്റുകാരനെ പരമാവധി നാറ്റിക്കാൻ വേണ്ടി കൊണ്ടുവിട്ടതാണോ,
അല്ലെങ്കിൽ മറ്റുള്ളവർ കൊണ്ടുവിട്ടതാണോ എന്നുള്ളൊരു സംശയം അങ്ങേർക്ക് നല്ല രീതിയിൽ ഉണ്ട് എന്നാണ് എനിക്ക് തോന്നുന്നത്. അതൊന്നും കാര്യമാക്കരുത്. ഇനി അങ്ങോട്ടെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ നല്ല രീതിയിലുള്ള ആക്ഷേപങ്ങളും അധിക്ഷേപങ്ങളും വരും. അതൊന്നും കാര്യമാക്കാൻ പാടില്ല എന്നാണ് എനിക്ക് സുധാകർ സാറിനോട് പറയാനുള്ളത്. നന്ദി, നമസ്കാരം. എല്ലാവർക്കും ഇതൊരു പാഠമാണ്. ബൈ ബൈ.